ഹലോ വെൽക്കം ബാക്ക്. നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ആയൊരു വീഡിയോ വെച്ചിട്ട് രാവിലെ തന്നെ എണീച്ച്, രാവിലെ അറിയുമ്പോൾ ഒരു 7 മണി എണീച്ച് കുഞ്ഞെല്ലാം ഉറങ്ങുകയാണ്, എല്ലാവരും ഉറങ്ങുകയാണ്. അപ്പം ഞാൻ എണീച്ച് രാവിലെ തന്നെ ഒരു വാഷിംഗ് മെഷീനിലെ കുറച്ച് കാര്യങ്ങളെല്ലാം സെറ്റാക്കാനുണ്ടായിന്. ഞാൻ കാണിച്ചു തരാം. മഴ പെയ്യുന്നു, അതൊന്ന് നോക്കിയാലോ. അപ്പൊ നല്ല മഴയാണ്. അതിന്റെ സൗണ്ട് കേൾക്കുമെന്ന് അറിയില്ല, മൈക്കും കാര്യമൊന്നും ഇല്ലാത്ത നമ്മ പറയണ കേൾക്കണമെന്നില്ല. അപ്പൊ നല്ല മഴയാണ് ഇവിടെ, നല്ല മഴ. അങ്ങനെ രാവിലെ എണീച്ച് അതാടെ കുപ്പായെല്ലാം ഉണ്ടാവും. അത് അനിയത്തി ബിസിനസ് ചെയ്യുന്നതിന്റെ ഫോട്ടോയും കാര്യമെല്ലാം എടുത്തിട്ടായിട്ട് മഴ ആയതുകൊണ്ട് സൗണ്ടിൽ കേൾക്കുന്നില്ല ഗൈസ്. അങ്ങനെ പുതിയ വാഷിംഗ് മെഷീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് സെറ്റാക്കിയത് ഇന്നലെയാണ്. പിന്നെ നേരാക്കാൻ സർവീസ് ചെയ്യുന്ന ആള് വന്നിട്ടുണ്ടായിട്ട് നമ്മൾ ഇവിടുന്ന് ഇവരെ കൊണ്ട് തന്നെ നേരാക്കിച്ചതാണ്, ഈ പൈപ്പും കാര്യമെല്ലാം ആക്കുന്നവരെ കൊണ്ട് തന്നെ. അപ്പൊ അവര് സെറ്റാക്കി തന്നിട്ടുണ്ടായിട്ട് അപ്പൊ ഞാനൊക്കെ അറിയുന്നുണ്ടായിട്ട്, പക്ഷെ ഞാൻ എങ്ങനെയല്ലോ ജമീനോടെല്ലാം ചോദിച്ചിട്ട് എങ്ങനെയല്ലോ ആക്കി സെറ്റാക്കി എടുത്താൽ കൊണ്ട് അത് ഒന്നാമത് രാവിലെ എണീച്ചിന് ഉമ്മാന് ഇതൊന്നും ആക്കി തന്നേന്ന് പറഞ്ഞിട്ട്. മനസ്സിൽ കഴിയുന്നില്ല, ഉമ്മാക്ക് രാവിലെ തന്നെ എണീച്ച് കൈയോട് നനക്കാൻ കഴിയുന്നില്ല. ഒരുപാട് ഉണ്ടാകുന്നു, അനിയന്റെ ജീൻസ് പാന്റ് അതെല്ലാം ഒരുപാട് ഉണ്ടാകുന്നു. അപ്പം ഉമ്മാക്ക് കഴിയുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ വാഷിംഗ് മെഷീൻ വാങ്ങിയതിന് ലോണാന്ന്. നല്ല നമ്മളെ ഫ്രിഡ്ജിന്റെ അതേ കമ്പനിയാണ്, ഓട്ടോമാറ്റിക് ആണ് കേട്ടാ. ഓട്ടോമാറ്റിക് ആകുമ്പോൾ നമുക്ക് പണിയില്ലല്ലോ, അതിൽ ഇട്ട് കൊടുത്തെങ്കിൽ അല്ലാതെ തന്നെ ആക്കിക്കോളൂല്ല. അപ്പൊ അങ്ങനെയല്ലാണ്. രാവിലെ തന്നെ ഉമ്മ പൂരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഉമ്മന്റെ നനക്കുന്ന പണി പോയാൽ തന്നെ ഉമ്മക്കൊരു സമാധാനമാണ്. നല്ല പൂരിയോ ഇതെന്തുമാ മുട്ടക്കറിയൊക്കെ, മുട്ടയും മോക്ക് പത്തലിട്ടതാണ്, ഇതിലേക്ക് മുട്ടയിട്ടതാണ്. ഉമ്മ പാത്രം കഴുകുന്നു. നമ്മുടെ ഷീറ്റെല്ലാം കെട്ടി, മഴയല്ലേ വരാൻ പോകും, നല്ല മഴയല്ലേ. അപ്പൊ കുഞ്ഞിക്ക് ചൂടുള്ളെല്ലാം വെക്കണ്ടേ, അടുപ്പെല്ലാം കത്തിക്കാനും വേണ്ടിട്ട്. ഇവിടെ താർപ്പായിട്ട് അവിടെ ചൂടെല്ലാം വെക്കാനും വേണ്ടിട്ട്. നമുക്ക് മുന്നേ ഒരു അടുപ്പുണ്ടായിരുന്നത് അങ്ങനതാണ്, അതിന്റെ മുകളിൽ കല്ലെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കട മഴ വെള്ളം കൊണ്ട് ഇതായിട്ടില്ല. അപ്പൊ അങ്ങനെയെല്ലാം സംഭവം നമുക്ക് തിന്നുമ്പം കാണാൻ എല്ലാവരും ഇഷ്ടമായിട്ട്. അങ്ങനെ ഞാൻ പിന്നെ ഇവിടെ സോഫയിൽ കിടക്കാന്ന്. ഇനി കുറച്ച് സമയം ഇവിടെ കിടക്കും. കുഞ്ഞെണീക്കുന്നവരെ കുറച്ച് ഇവിടെ കണ്ടിട്ട് മൊബൈലെല്ലാം നോക്കും. പിന്നെ ഓളെണീച്ച് കഴിഞ്ഞാൽ പിന്നെ മൊബൈലൊന്നും നോക്കാനൊക്കെ കഴിയലില്ല. ഇന്ന് പിന്നെ ഇവർക്ക് എല്ലാവരും ഉണ്ട്. അപ്പം ഞാൻ വെച്ചൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് വയ്യക്കാണ് എല്ലാവരും എണീച്ചിട്ടായിട്ട്. അങ്ങനെ നനച്ചിട്ടായി, നല്ല വയലാറ്റി കിട്ടിയിട്ടുണ്ട്. എത്ര നാളെ വാഷിംഗ് മെഷീൻ ഇല്ലാണ്ട്. നമ്മള് ഫസ്റ്റ് പുര കെട്ടുമ്പോൾ വാങ്ങിയ വാഷിംഗ് മെഷീൻ പിന്നെ നമ്മൾ വാടക പുരയിലേക്ക് പോയി ആടുന്ന് പിന്നെ വെള്ളം കൊണ്ട് അടിഭാഗം മൊത്തം പോയതാണ്. ഇപ്പൊ നല്ല പോലെ ആറ്റി കിട്ടിയിട്ടുണ്ട്. ഈ മഴക്കാലത്തെല്ലാം വാഷിംഗ് മെഷീൻ തന്നെ വേണം എന്തായാലും, നിർബന്ധമാണെന്ന് വെച്ചെങ്കിൽ മറ്റേ ചില നനച്ചാലും എന്തായാലും ഉണങ്ങില്ല. ഇത് ആറ്റിട്ടാകുമ്പോ പിന്നെയും ആ ഫാൻ്റെ കാറ്റത്ത് പിന്നെയും ഉണങ്ങി കിട്ടും. അങ്ങനെയല്ല, നല്ല പോലെ ഉണക്കി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ആർത്തിയിടണം. ആർത്തിയിടാൻ സ്ഥലമില്ല, റൂമിൽ തന്നെയാണ് ആർത്തിയിടേണ്ടത്. ഇത് പിന്നെ നമ്മൾ കൈയോട് താക്കണ്ട, കൈ ഉപയോഗിച്ച് താക്കാൻ പാടില്ല. ഇത് അവിടെ ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുത്താൽ താനെ അടിഞ്ഞോളും. അതിന്റെ മോളിൽ ഇവിടെ തക്കാളി ഉള്ളിയെല്ലാം വലിച്ചിടാൻ തുടങ്ങുന്നുണ്ട്. അപ്പൊക്കെ നമുക്ക് പോവാം. ഇനിയും ഉണ്ട് നനക്കാന്, കുറച്ചും കൂടി ഉണ്ട്, അതും കൂടി ഇടണം. ബാ 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 അവളെ പണി തുടങ്ങിയല്ലോ ചാടാന്. ബാ നമ്മ പിന്നെ അനിയത്തിന്റെ ഡ്രസ്സെല്ലാം അത് എടുത്ത് വെക്കാന്ന്, സാധനെല്ലാം എടുത്ത് വെക്കാന്ന്. പിന്നെ പ്രത്യേകിച്ചിട്ട് ഇന്ന് വിശേഷമൊന്നുമില്ല. മഴ ഉച്ച ദിവസം ഇങ്ങനെ മുന്തിരി ജ്യൂസ് അടിച്ചിട്ട് അയക്കണം, ജ്യൂസ് അടിക്കാൻ വേണ്ടിട്ട് കൊടുക്കുന്നതാണ്. കട്ടൊക്കെ വെച്ചിട്ട് നമ്മൾ പൊങ്ങിട്ട് ഫ്രിഡ്ജിൽ വെക്കുക, അതാകുമ്പോൾ ആവശ്യമുള്ള പഠിക്കാല്ല. അങ്ങനെ കുഞ്ഞി കരിയുന്നതിലേക്ക് ജ്യൂസ് അടിച്ചു കൊടുക്കാന്ന്. നല്ല മഴമൂടും ഉണ്ട്, മഴ പെയ്യുന്നതിനുള്ളതും. പ്രത്യേകിച്ചിട്ട് വലിയ വീഡിയോ ഒന്നും ഇല്ല ചെയ്യാൻ മാത്രം, അതുകൊണ്ടാണ് വീഡിയോ ഒന്നും എടുക്കാത്തത്. ഒരു
ഒരു കണ്ടന്റ് വേണ്ടേ? ഒന്നാമത് മഴ ആയതുകൊണ്ട് പുറത്തൊന്നും ഇറങ്ങൂല, ഉള്ളിൽ തന്നെയാണ്. പൊതുവേ ഒരു ദിവസം ഇങ്ങനെയാണ് പോലെ, ഇങ്ങനെ പെരൻ്റെ ഉള്ളിലെല്ലാം ഇരുന്ന് കടന്ന് തിന്ന് നല്ല കണക്ക് നേരം പോവും. അങ്ങനെല്ലാണ് വിശേഷം. ജ്യൂസ് ഇതായിട്ടുണ്ട്. ജ്യൂസ് കുടിക്കാൻ കൊണ്ട് മോളിങ്ങനെ കരയാണ്. നമ്മൾ നല്ല മുന്തിരി ജ്യൂസ് ആയിട്ടുണ്ട്. ഞാനും എൻ്റെ മോളും എൻ്റെ അനിയത്തിയും കൂടി നമ്മൾ TV വെക്കാനിരുന്ന്. നല്ല മഴ, പുറത്തെല്ലാം പോവാൻ വിചാരിക്കുന്നു, എന്തെല്ലാം തിന്നാനെല്ലാം വിചാരിക്കുന്നു. പക്ഷെ കഴിയുന്നില്ല, പീരിയഡ്സ് ഡേ ആയതുകൊണ്ട് ഒന്നിനും ഇതിനും ഒരു കഴിയുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇടയിൽ ഇരിക്കാന്ന് വൈകുന്നേരം നോക്കിയിട്ടൊന്ന് പുറത്തെല്ലാം പോകണം എന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നോക്കട്ടെ. അപ്പം നമുക്ക് TV കാണാം. ചോറുകറിയിലായി. നമ്മുടെ TV ഒക്കെ ഇട്ടിരിക്കുന്നുണ്ടായതാണ്, കഴിയുന്നില്ല. ഉമ്മതാ മീൻ പൊരിക്കാന്ന്. എന്ത് മീനൊന്നും അറിയില്ല, എനിക്കും അറിയില്ല. നങ്ക് മാത്രം കാണുന്നുണ്ട്, ബാക്കി എന്ത് മീനെന്ന് അറിയില്ല. കഴിച്ചില്ലേത്. പിന്നെ ഇത് പയറ് വറവ്, പിന്നെ എന്താണ് സാമ്പാറ്, ചോറ്. ഇതോ രാവിലത്തെ പൂരി. അപ്പൊ ഇതൊക്കെയാണ് ഇന്ന് തിന്നാൻ. ചോറ് കഴിക്കാൻ നമുക്ക് അനിയൻ പാൻ എത്തിയിട്ടുണ്ട്. പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പിന്നെ ഇഷ്ടമല്ല, കട്ടാക്കലൊന്നും ഇല്ല. അപ്പൊ നമ്മളെ ചോറ് നല്ല സുടാ ചോറുണ്ട്, പയറ് വറവുണ്ട്, മീൻ വെച്ചതുണ്ട്. പിന്നെ നമ്മളെ മെയിനാണ് മാങ്ങ വെള്ളം. ഇപ്പൊ മാങ്ങന്റെ സീസൺ അല്ലേ? നല്ല മാങ്ങ. നമുക്ക് ഇപ്പൊ എന്നിട്ട് മാങ്ങ കിട്ടുന്നത് പച്ചമുളക് ഇട്ടിട്ട് മാങ്ങ വെള്ളം ഇട്ട് ചോറ് വെക്കാൻ ഭയങ്കര ടേസ്റ്റ്. ഒരു സാമ്പാർ കുഞ്ഞി ഇറങ്ങാന്ന്. ഇപ്പൊ നമ്മ വെക്കാന്ന്, നമുക്ക് വെച്ചിട്ട് കാണാം. നമ്മ ഈവനിങ് ആയി, നമ്മ പുറത്തു പോയിട്ടുണ്ടായിന്, വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. അതായത് മഴപ്പാച്ചിലുണ്ടായിന്. അപ്പൊ ഈ ഫോണ് വണ്ടീന്റെ ഡിക്കിയിൽ വെച്ചുകൊണ്ട് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. നമ്മൾ പോയത് എവിടെയെന്ന് വെച്ചാൽ ഞാൻ അനിയത്തിയും കുഞ്ഞിയും പോയതാണ്. നമ്മൾ ചായ കുടിക്കാൻ പോയത് വേറെ എവിടെയല്ല, ഇവിടെ അടുത്ത് തന്നെയാണ്. മുറിയനാവിയില് ചായയും കല്ലുമ്മക്കായയും പിന്നെന്തിനാ ജ്യൂസ്, ഷവർമ അങ്ങനെയെല്ലാം തിന്നിട്ട് നമ്മൾ വന്നതാണ്. നമ്മൾ സ്കൂട്ടിയിലെ പോന്നേക്കൊണ്ട് ഉമ്മാനൊന്നും കൂട്ടാൻ കഴിഞ്ഞില്ല. ഉമ്മ ഉണ്ട് ഇവിടെ. ഉമ്മ ഉണ്ടാക്കുന്നപ്പോ ഉമ്മ ചായ വെക്കുന്ന കട്ടനാ പാൽപ്പൊടി. ചായ വെക്കാന്ന്. നമ്മ ചായ കുടിച്ചിട്ട് വന്നതായാലും അത് ഒരു ശരിയായിട്ടില്ല. നല്ല മഴ ഉണ്ട് കേട്ടാ, മഴ വാങ്ങുന്നുണ്ട്. ഇതൊക്കെയാണ് വിശേഷം. അങ്ങനെ എൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് പിരിച്ചു വെച്ച് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം കുറച്ച് സമയം ഫോണിൽ ചാർജ് ഇല്ല. ഇനി ഫോൺ അവിടെ വെച്ചിട്ട് കുറച്ച് സമയം മോളൊക്കെ കളിക്കും. ഓളെ കൂടി ഇരുന്ന് ഇങ്ങനെ ഓരോ ഇതും പറഞ്ഞിരിക്കും. പിന്നെ സന്തുല്ല, നല്ല മഴയാണ്, നല്ല ഇടി ഉണ്ട്, മുട്ടുന്നുണ്ട്. കാണിച്ചിറങ്ങിക്കും. ഇപ്പം മഴ കുറച്ച് വന്നിട്ടുണ്ട്. നേരത്തെ വരെ നല്ല മഴയായിരുന്നു. അങ്ങനെ പിന്നെ രാത്രിയാകുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഷവർമ വാങ്ങി. ഞാനും അനിയത്തി നേരത്തെ ജ്യൂസ് കുടിക്കാൻ പോയി എന്ന് പറഞ്ഞില്ല. വൈകുന്നേരം ജ്യൂസും കല്ലുമ്മക്കായും ചായലും. അതായത് നമ്മളിവിടെ മുറിയനാവി പുതിയ ഉപ്പും മുളകും എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ് വന്നിട്ടുണ്ട്. ഭയങ്കര ഓഫറാണ് കേട്ടോ അവിടെ. എല്ലാ ദിവസവും ഉണ്ട് ഓഫർ. അതായത് 110 രൂപക്ക് അടിപൊളി ടെൻഡറിൻ്റെ ജ്യൂസും ഷെയ്ക്കും ഷവർമയും. നമ്മളെ കാഞ്ഞങ്ങാടൊന്നും ഇത്ര ചീപ്പ് റേറ്റിൽ കിട്ടൂല. റേറ്റ് കുറവാണെങ്കിലും ഇല്ല, ടേസ്റ്റ് ഉഗ്രൻ ടേസ്റ്റാണ്, അടിപൊളി. നമ്മളെ വയറ് നിറയും. ആ ജ്യൂസും ഈ ഷവർമയും തിന്നാൽ നമുക്ക് വേറെ ഒന്നും തിന്നേണ്ട ആവശ്യമില്ല. അടിപൊളിയാണ്. എല്ലാം ഉണ്ട്, ചിക്കും ഉണ്ട്. ഇഷ്ടമുള്ളത് നമുക്ക് കോമ്പോ നമുക്ക് തിരഞ്ഞെടുക്കാം. അങ്ങനെ നമ്മൾ അതെല്ലാം കഴിച്ചിട്ടായിട്ട് പിന്നെ കടന്നുറങ്ങിന്. അപ്പോൾ ഈ വീഡിയോ ഇത്രയും ലെവലായിട്ട് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നത്. ഇഷ്ടപ്പെടുന്ന